ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് സ്റ്റേജ് 2ൻ്റെ കട്ട് ഓഫും ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തകളുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കാം. കേന്ദ്ര ആരോഗ്യ സ്ഥാപനങ്ങളിൽ 4576 അവസരമുണ്ട്. ബോർഡർ റോഡ്സിൽ 411 മൾട്ടി സ്കിൽഡ് വർക്കർ, സൈന്യത്തിൽ 381 എഞ്ചിനീയർ, ബെല്ലിൽ 350 എഞ്ചിനീയർ, ബാങ്കുകളിൽ 210 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. അതുപോലെ തന്നെ PSCയുടെ വിജ്ഞാപനം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റി LD ക്ലർക്ക് ആദ്യ പട്ടിക റദ്ദാക്കി. പുതുക്കിയ സാധ്യതാ പട്ടികയിൽ 357 പേരുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് സെക്രട്ടറി പരീക്ഷയിൽ 12 ചോദ്യം റദ്ദാക്കി, 3 ഉത്തരം തിരുത്തി. പരാതികളിൽ പരിശോധന നടത്തിയെന്നാണ് PSCയുടെ അഭിപ്രായം. ഇതിൻ്റെയൊക്കെ PDF വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ ടെലഗ്രാമിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ റാങ്ക് പട്ടിക ആളില്ലാതെ റദ്ദായി. വീണ്ടും വിജ്ഞാപനം. ഇനി 2 ഘട്ട പരീക്ഷകൾക്കും ഒരേ പാഠ്യപദ്ധതി. കേരള ജനറൽ സർവീസ് ഡിവിഷണൽ അക്കൗണ്ട് റാങ്ക് പട്ടികകൾ ഉദ്യോഗാർത്ഥികളില്ലാതെ അകാലത്തിൽ റദ്ദായതിനാൽ വീണ്ടും വിജ്ഞാപനം. 723, 724, 725 കാറ്റഗറി നമ്പറിലായിട്ടാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് അപ്ലൈ ചെയ്യാത്തവർ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. 723, 224, 725. ഓക്കെ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അറ്റൻഡിന് 127 പേരുടെ റാങ്ക് പട്ടികയുണ്ട്. മുഖ്യ പട്ടികയിൽ 39 പേര് മാത്രമേ ഉള്ളൂ. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ആകെ നിയമന ശുപാർശ 1668. കാലാവധി എത്താതെ 7 ജില്ലകളിൽ റാങ്ക് പട്ടിക റദ്ദായി. കേന്ദ്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 4576 അവസരമുണ്ട്. അവസാന തീയതി 31/1/2025. ഇതിൻ്റെ PDF നമുക്ക് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. ബാങ്കുകളിൽ 210 സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണുള്ളത്. SBIയിലാണെങ്കിൽ ബിരുദവും IIBFൽ നിന്ന് ഫോറക്സിൽ നേടിയ സർട്ടിഫിക്കറ്റും ഷെഡ്യൂൾഡ് കൊമേഴ്സ് ബാങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായപരിധി 23 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ്. ഫീസ് 750 രൂപയാണ്. SC ST ഭിന്നശേഷി വിഭാഗക്കാർക്ക് ബാധകമല്ല. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 23. അതേപോലെ തന്നെ കാനറ ബാങ്കിലും ഉണ്ട്. അവസാന തീയതി ജനുവരി 24. കാനറ ബാങ്കിന് പല തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. PDF വേണ്ടവർ ജോയിൻ ചെയ്യുക. പത്താംതര പ്രാഥമിക പരീക്ഷയുടെ കട്ട് ഓഫ് ഡീറ്റെയിൽസാണ് ഇനി പറയാൻ പോകുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള 23 തസ്തികകളുടെ തിരഞ്ഞെടുപ്പിനായി PSC നടത്തിയ 2ാം ഘട്ട പ്രാഥമിക പരീക്ഷയാണ് ജനുവരി 11 നടന്നത്. ചോദ്യങ്ങൾ വലിയ കടുപ്പം പുലർത്തിയെങ്കിലും സൂക്ഷ്മാംശങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തത് ഉദ്യോഗാർത്ഥികൾക്ക് വെല്ലുവിളിയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ചോദ്യങ്ങളിൽ അധികവും പാഠപുസ്തകങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. ഇവയിൽ പല ഭാഗങ്ങളിലെയും വിവരണാത്മക ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂചനകളെല്ലാം വായിച്ച് മനസ്സിലാക്കി ശരിയുത്തരത്തിലെത്താൻ എളുപ്പവുമല്ല. പൊതുവിജ്ഞാനം ഭാഗത്തെ 21 ചോദ്യങ്ങൾ വിവരണാത്മക സ്വഭാവത്തിലേതായിരുന്നു. ചോദ്യങ്ങളുടെ നിലവാരം വിലയിരുത്തുമ്പോൾ ഈ ചോദ്യപേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ റേഞ്ച് തസ്തികകളിലേക്കുള്ള കട്ട് ഓഫ് 60 മുതൽ 70 വരെ റേഞ്ചിലെ കട്ട് ഓഫ് മാർക്കുകൾ പ്രതീക്ഷിക്കാം. ചരിത്രം നിലവാരമുയർന്നു. ചരിത്രം എന്ന പാഠഭാഗത്തെ ചോദ്യങ്ങൾ കൂടുതലും പുതിയ മാതൃകയിലും ഉയർന്ന നിലവാരത്തിലുള്ളതുമായിരുന്നു. രാജാറാം മോഹൻ റോയുടെ രചനകളെപ്പറ്റി വന്ന ചോദ്യങ്ങളിലെ ഒരു സൂചന ശരിയായ വിധത്തിലായിരുന്നില്ല. പ്രീസെപ്റ്റ്സ് ഓഫ് ജീസസ് ദി ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ് എന്നത് ഒരു
കൃതിയുടെ പേരാണ്. എന്നാൽ ഈ ചോദ്യത്തിൻ്റെ സൂചനയിൽ ഇവ രണ്ടും പുസ്തകങ്ങളായാണ് നൽകിയത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ കർത്താവിനെ അബ്ദുൽ കലാം ആസാദ് എന്ന് തെറ്റായി നൽകിയത്. അബ്ദുൽ കലാം ആസാദ് എന്നാണ് വേണ്ടിയിരുന്നത്. അബ്ദുൽ കലാം ആസാദ് എന്ന് തെറ്റായാണ് നൽകിയത്. അബ്ദുൽ കലാം ആസാദ് എന്നാണ് വേണ്ടിയിരുന്നത്. പ്രാചീന ഇന്ത്യ സിലബസിലെ വിഷയമേ അല്ല. എന്നിട്ടും സിന്ധുനദീ സംസ്കാരത്തിലെ ചോദ്യം വന്ന് ശരിയായ നടപടിയല്ല. സൂക്ഷ്മ വിവരങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത ചോദ്യങ്ങൾ. പാഠപുസ്തകങ്ങളിൽ നിന്ന് താരതമ്യേന ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗങ്ങളിലെ വിവരങ്ങൾ വിവരണാത്മകമായ ചോദ്യങ്ങളായി വന്നു. നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തതേത്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യം, വൃക്കയിലെ ജലത്തിൻ്റെ ആഗിരണവുമായി ബന്ധപ്പെട്ട ചോദ്യം, സിനാപ്സുമായി ബന്ധപ്പെട്ട ചോദ്യം, ഇവയെല്ലാം ഈ സ്വഭാവത്തിലുള്ളവയായിരുന്നു. പാഠപുസ്തകങ്ങളിലെ സിലബസ് ഭാഗങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ തയ്യാറെടുപ്പ് നടത്തണം എന്ന സൂചനയാണ് ഈ ചോദ്യങ്ങൾ നൽകുന്നത്. പരമ്പരാഗത ചോദ്യങ്ങൾ തിരിച്ചു വരുന്നു. മുമ്പ് PSC ചോദ്യപേപ്പറുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നവ ഇടം നേടിയിരുന്ന ചില ചോദ്യങ്ങൾ വീണ്ടും കടന്നു വരികയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? മഹാകവി G. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഇവയ്ക്ക് ഈ സ്വഭാവത്തിലുള്ളതാണ്. പരീക്ഷാ രീതിയിൽ വരുന്ന ഇത്തരം ചെറിയ മാറ്റങ്ങളും അടുത്ത പരീക്ഷയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. വേറിട്ട ചോദ്യങ്ങൾ. മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്ത എൻസൈം ഏതാണ്? സസ്യങ്ങൾ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏത്? സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രവർത്തനങ്ങൾ ഏവ? ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന ഏത്? ആസാം ഹിമാലയത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? അജണ്ട 21 എന്തിനെ കുറിക്കുന്നു? അപ്പോൾ കട്ട് ഓഫ് എത്രയാണ്? 60 മുതൽ 70 വരെയാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും എത്ര മാർക്കിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. ഓവറോൾ കട്ട് ഓഫ് എത്ര വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ONGCയിൽ 108 ഒഴിവുണ്ട്. യോഗ്യത BTech ആണ്. അവസാന തീയതി 24/1/2025. റെയിൽവേയിൽ 1036 അവസരങ്ങളുണ്ട്. അവസാന തീയതി February 6 ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റെയിൽവേയിൽ 107 കായിക താരങ്ങൾ വേറെയുണ്ട് കേട്ടോ. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC/ST മതന്യൂന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 250 രൂപയാണ്. അല്ലാത്തവർക്ക് 500 രൂപയാണ്. പരീക്ഷ എഴുതിയാൽ 400 രൂപ മടക്കി നൽകും. ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. വിശദ വിവരങ്ങൾക്ക് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. ലോ അസിസ്റ്റൻറ്റ്, പബ്ലിക് പ്രോസിക്യൂട്ടർ, ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, ജൂനിയർ ട്രാൻസ്ലേറ്റർ, സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻ ഗ്രാജുവേറ്റ് ടീച്ചർ, പ്രൈമറി ടീച്ചർ, ലൈബ്രറിയൻ, ലാബോറട്ടറി അറ്റൻഡൻറ്റ്, ലാബ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ഉണ്ടാകും. 100 മാർക്കിനായിരിക്കും പരീക്ഷ. സമയം 1.5 മണിക്കൂർ. പരീക്ഷയുടെ വിഷയം, ഓരോന്നിൻ്റെയും മാർക്ക് എന്നിവ അറിയാൻ പട്ടിക കാണുക. സിലബസ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ ലഭ്യമാണ്. BSNLിൽ വീണ്ടും VRS 19,000 വരെ കുറയ്ക്കാൻ നീക്കം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഉപകാരപ്രദമെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.